മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അപ്പർ ബോഡി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ട്സ് ആണ്. അപ്പർ ബോഡി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും ഫുൾ ബോഡി ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം അപ്പർ ബോഡി, ഒരു ദിവസം ലോവർ ബോഡി, ദെൻ ഫുൾ ബോഡി, ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ചിങ് കിട്ടുന്ന തരത്തിലുള്ള മൊബിലിറ്റി എക്സസൈസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡി വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ വാമപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാമപ്പ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു വർക്കൗട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു 3 വാമപ്പ് എക്സസൈസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുക. ഒരു ഡയറക്ഷൻ 10, ഓപ്പോസിറ്റ് 10. Then chest 10 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 3 മിനിറ്റ് നിന്നോടത്ത് നിന്ന് തന്നെ ലൈറ്റ് ജോഗിങ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലത്തോട്ട് ജോഗ് ചെയ്ത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. നമുക്ക് അങ്ങനെ ഒരു സ്ഥലമില്ലാത്ത ആൾക്കാർ, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്നവർ നിന്നോടത്ത് നിന്ന് തന്നെ ലൈറ്റ് ജോഗിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പുറത്തേക്ക് വിടുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ ശ്വാസം പിടിച്ചു വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നിന്നോടത്ത് നിന്ന് തന്നെ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യുക. 3 മിനിറ്റ് മിനിമം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്പീഡിൽ, നിങ്ങൾക്ക് പറ്റാവുന്ന സ്പീഡിൽ മതി, ഒരുപാട് സ്പീഡ് വേണമെന്നില്ല. മെല്ലെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 5 സെക്കൻഡൊക്കെ റെസ്റ്റ് എടുത്താലും പ്രശ്നമില്ല. പക്ഷെ കൂടുതൽ റെസ്റ്റ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ജോഗിങ് ചെയ്യാം. നല്ല രീതിയിൽ ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിടാം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ ഫ്ലോർ പുഷപ്സ് ആണ്. പറ്റാവുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലാത്തത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വാൾ പുഷപ്സ് ചെയ്യാം. ഓക്കെ, വാൾ പുഷപ്സ് മാത്രമേ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ടതായിട്ടില്ല. അതിന് ഞാൻ വേറൊരു ഓൾട്ടർനേറ്റീവും കൂടെ കാണിച്ചു തരാം, അതും കൂടെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവർന്ന് നിൽക്കുക, കൈ രണ്ടും താഴോട്ട് വെക്കുക, ഷോൾഡർ ലെവലിൽ കൈ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദേഹം സ്ട്രെയിറ്റ് ചെയ്യുക, ദെൻ താഴോട്ട്. നല്ല രീതിയിൽ ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിടുക. നമ്മുടെ ദേഹം ഫുള്ളായിട്ട് ഫ്ലോറിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അപ്പം നമുക്കിനി വാൾ പുഷപ്സ് ആണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു വാൾ പുഷപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫ്ലോറിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് നിൽക്കുക. നമ്മുടെ കൈ ചെസ്റ്റിന് നേരെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈ രണ്ടും ഷോൾഡർ ലെവലിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ താഴോട്ട് പ്രസ് ചെയ്യാം. കൈ ഫുള്ളായിട്ട് നിവരേണ്ടതില്ല. മിനിമം 20 എണ്ണം ചെയ്യാം. അപ്പോൾ നമ്മൾ 20 എണ്ണം വീതമുള്ള 3 സെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 20 സെക്കൻഡ് മിനിമം റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. 30 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. 3 സെറ്റ്, ഓരോ സെറ്റ് കഴിയുമ്പോഴും 20 സെക്കൻഡ് മിനിമം റെസ്റ്റ് എടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്ലോർ പുഷപ്സിൻ്റെ രണ്ടാമത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ഫ്ലോർ പുഷപ്സ് ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു രീതിയിൽ പുഷപ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ മുട്ടിലോട്ട് ബാലൻസ് ചെയ്യുക, ദെൻ കൈയിലോട്ട് ബാലൻസ് കൊടുക്കുക, എന്നിട്ട് ദേഹം ഫുള്ളായിട്ട് താഴ്ത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്ലോർ പുഷപ്സ് ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു രീതിയിലും നമുക്ക് പുഷപ്സ് ചെയ്യാം. അടുത്തത് നമുക്ക് ട്രൈസെപ്പ് ഡിപ്സ് ആണ്. നമ്മൾ ഇപ്പോൾ എസ്പെഷ്യലി ലേഡീസിന് ഈ ഭാഗം കുറച്ച് തൂങ്ങി കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഫാറ്റൊക്കെ കൂടിയിട്ട്, അപ്പോൾ അവിടുത്തെ ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ അവിടുത്തെ മസിൽസ് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം നോക്കുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴെ ഇരിക്കുക.
നല്ലൊരു സ്ഥലം നോക്കി താഴെ ഇരിക്കുക. കാല് രണ്ടും അകത്തി വെച്ച് ബാലൻസ് ചെയ്ത് താഴെ ചവിട്ടി വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ കൈവിരലുകൾ ബട്ടക്സിന്റെ ഭാഗത്തോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ കൈ രണ്ടും താഴെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ കുറച്ച് കല്ലുകളുണ്ടേ, അതാണ് ഞാനിങ്ങനെ മാറ്റിക്കളയുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ദേഹം സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഹിപ്പ് ഉയർത്തി കൊടുക്കുക. ഹിപ്പ് ഉയർത്തിയതിന് ശേഷം നമ്മുടെ കൈമുട്ട് മാത്രം താഴോട്ട് മടക്കാം. ഒരുപാട് വളയണ്ട, ജസ്റ്റ് ഇത്ര മാത്രം വളച്ചു കൊടുക്കാം. ഒരു 5 എണ്ണം മിനിമം എന്തായാലും ചെയ്യാം. 10 എണ്ണം വീതം 3 സെറ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ചും കൂടെ നമ്മളുടെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടി എന്ന് തോന്നുമ്പോൾ 10 എണ്ണം വീതമുള്ള 3 സെറ്റായിട്ട് ചെയ്യാം. ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ 30 സെക്കൻഡ് മിനിമം റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എന്നും പറയുന്നത് പോലെ ലാസ്റ്റ് നമുക്ക് സ്ട്രെച്ചിങ്ങോട് കൂടി അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ ഇന്ന് അപ്പർ ബോഡി മാത്രമാണ് ചെയ്തത്. മെയിനായിട്ടും നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗവും കൈയിൻ്റെ മസിൽസും സ്ട്രെങ്തനിങ് ആക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു തരത്തിലുള്ള സ്ട്രെച്ചിങ് ആണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മുടെ കൈ പുറകിലോട്ടേക്ക് വെക്കുക, കൈമുട്ടമ്മക്ക് പിടിക്കുക, ദെൻ ബാക്ക് സൈഡിലോട്ട് നല്ല രീതിയിൽ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. മിനിമം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ദെൻ അടുത്ത കൈ നല്ല രീതിയിൽ വലിച്ചു വെക്കാം. അപ്പോൾ ഈ ടൈറ്റായി കിടക്കുന്ന മസിൽസൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് വരും. ദെൻ ഫോർ ആംസ്, അടുത്ത കൈ, ദെൻ അടുത്ത കൈ, അടുത്ത കൈ, കൈ രണ്ടും ചേർത്ത് ഫ്രണ്ടിലോട്ട് വലിക്കുക. അതുപോലെ കൈ രണ്ടും പുറകിലോട്ട് വെച്ച് ബാക്കിലോട്ട് വലിച്ച് പിടിക്കുക. അതുപോലെ കൈ രണ്ടും മേലോട്ട് വലിച്ചു പിടിക്കുക, സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. അടുത്ത സൈഡ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയാണുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.